എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഷർ മർദ്ദമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ലിക്വിഡ് പ്രഷറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നില്ല. ലിക്വിഡ് പ്രഷർ അളക്കുന്ന ഉപകരണം മാനോമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്യാസ് പ്രഷറിനെ കുറിച്ചാണ് കേട്ടോ. ഗ്യാസ് പ്രഷർ അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ എന്താണ് പറഞ്ഞത്? വാതകമർദ്ദം എന്ന് പറയില്ലേ, വാതകമർദ്ദം കേട്ടോ. ഗ്യാസ് പ്രഷർ അല്ലെങ്കിൽ എന്താണ് വാതകമർദ്ദം. അവിടെ ചിത്രത്തിൽ കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ചെയ്തിരിക്കുന്നത്? ടയറിൽ കാറ്റ് നിറയ്ക്കുവാണ് അല്ലേ, എയർ കയറ്റുവാണ്. അവിടെ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? പ്രഷർ, എന്തുമാത്രം പ്രഷർ ഇല്ല നമ്മുടെ എയർ കയറ്റുന്നത്, എന്തുമാത്രം പ്രഷർ വേണം, ടയറിലേക്ക് എന്തുമാത്രം പ്രഷർ വേണം, അത് അളക്കാൻ വേണ്ടിയാണ് ഈ ഇൻസ്ട്രുമെന്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ് എയർ ആണ് നിറയ്ക്കുന്നത്. ചില വാഹനങ്ങളൊക്കെ നൈട്രജൻ നിറയ്ക്കാറുണ്ട്. ടയറുകളിൽ നൈട്രജൻ ഉപയോഗിക്കാറുണ്ട്. നൈട്രജൻ ഉപയോഗിക്കുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നൈട്രജൻ ഗ്യാസ് ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് പ്രഷറൊക്കെ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ കൊറോഷനൊക്കെ ടയറിന്റെ ഇതുണ്ട്, കൊറോഷനൊക്കെ അവിടെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ ലീക്കേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വേണ്ടിയാണ് നൈട്രജൻ ടയറിൽ നിറയ്ക്കാറുണ്ട്. പക്ഷേ അത് കോസ്റ്റ്ലി ആണ് കേട്ടോ. അതുകൊണ്ട് റെഗുലർ എയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് എല്ലായ്പ്പോഴും എല്ലാവരും ഉപയോഗിക്കാറില്ല. അപ്പം നമുക്ക് എന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ടയറുകളിൽ നടക്കുന്ന നോർമൽ എയർ തന്നെയാണ്. അപ്പോൾ അത് അളക്കാൻ വേണ്ടി ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അല്ലേ. ഏതാണ് ആ മെഷീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? മർദ്ദം അളക്കുന്ന ഒരു ഉപകരണമാണ് അല്ലേ. അപ്പം ടയറുകളിലൊക്കെ എങ്ങനെയാണ് മർദ്ദം അളന്നാണ് നമ്മൾ നിറയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതലായിപ്പോഴാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, നോർമലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ബലൂണൊക്കെ നമ്മൾ വീർപ്പിക്കുകയാണ്. വീർപ്പിച്ച് കഴിയുമ്പം കൂടുതലായിട്ട് വായു നിറഞ്ഞു കഴിയുമ്പോൾ ആ ബലൂൺ ഒരു കപ്പാസിറ്റി ഉണ്ടാവും ഇല്ലേ. അതിനേക്കാളും കൂടുതലായിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ലിക്വിഡും സോളിനെ പോലെ തന്നെ എന്താണ് ഗ്യാസും എന്താണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. വാതകങ്ങളും എങ്ങനെയാണ് മർദ്ദം പ്രയോഗിക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ. അതാ നോക്കുക. ജസ്റ്റ് ലൈക്ക് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്, ഗ്യാസസ് ഓൾസോ ഹാവ് ദ എബിലിറ്റി ടു എക്സേർട്ട് പ്രഷർ. ആസ് വി നോ, പ്രഷർ ഈസ് മെഷേർഡ് വെൻ എയർ ഈസ് ഫിൽഡ് ഇൻ ടു വെഹിക്കിൾ ടയേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാതകമർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ഏരിയയിൽ കേട്ടോ, ഒരു യൂണിറ്റ്, സപ്പോസ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുക്കുകയെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഈ കണ്ടെയ്നറിനുള്ളിൽ എന്താണ് പ്രഷർ ഉണ്ട് ഇല്ലേ, വാതകത്തിന്റെ എന്താണ് അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രഷർ ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്താണ് ആ യൂണിറ്റ് ഏരിയയിൽ ഇല്ലേ, യൂണിറ്റ് ഏരിയയിൽ അവിടുത്തെ അവിടെ പ്രയോഗിക്കുന്ന ബലമാണ് അല്ലേ, യൂണിറ്റ് ഏരിയയിൽ അവിടുത്തെ ഈ വായു തന്മാത്രകളുണ്ടല്ലോ അത് പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ വാതകമർദ്ദം ശരിക്കും ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ പാർട്ടിക്കിൾസ് ആണ്. ഇപ്പം എയർ മോളിക്യൂൾസിന്റെ പ്രത്യേകത എങ്ങനെയാണ്? സോളിഡും അതുപോലെ തന്നെ ലിക്വിഡിലൊക്കെ കമ്പയർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എന്താണ് പാർട്ടിക്കിൾസ്? സോളിലാണെങ്കിൽ എങ്ങനെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതേസമയം ഇതെങ്ങനെ അധികം ക്ലോസ്ലി ആയിരിക്കല്ലേ, സോളിഡിന്റെ പോലെ ആയിരിക്കുക. പക്ഷേ ഗ്യാസിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും? ഫ്രീ ടു ഇല്ലേ, ഫ്രീ ആയിട്ട് ഒരുപാട് സ്പേസ് കാണും. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരുപാട് സ്പേസ് കാണും. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം റാൻഡമായിട്ട് മൂവ് ചെയ്യും, പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടാനുള്ള ചാൻസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ കൂട്ടിമുട്ടുകയും ഈ കണ്ടെയ്നറിന്റെ വോൾസിലൊക്കെ കൂട്ടിമുട്ടുകയൊക്കെ ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ബലം ഉണ്ടാകുന്നുണ്ട്. ആ ബലമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്യാസ് പ്രഷർ അല്ലെങ്കിൽ വാതകമർദ്ദം എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. പ്രഷർ ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ഓൺ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. ദിസ് ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇല്ലേ. ഗ്യാസ് പാർട്ടിക്കിളിന്റെ അല്ലെങ്കിൽ വാതകണികളുടെ കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ബലം അല്ലെങ്കിൽ അതിന് ഫലമായിട്ടുണ്ടാകുന്ന ഒരു ബലം, അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? വാതകമർദ്ദം അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഗ്യാസ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ ഈസ് ഗ്യാസ് പ്രഷർ. യൂണിറ്റ് പരപ്പളയിൽ ഒരു വാതകം ലംബമായി കണ്ടില്ല, യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? വാതകമർദ്ദം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി ഈ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ നോക്കിയേ, എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ബലൂൺ ഉണ്ടല്ലേ, ഒരു ബലൂൺ, അതിലേക്ക് കുറച്ച് എയർ നമ്മൾ കയറ്റി. അപ്പോൾ അതായത് നോക്കിയേ വാതക കണികളാണ് കേട്ടോ, അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ചൂട് നമ്മൾ എയർ കയറ്റി അത് ഊതി വീർപ്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വാതക കണികളുടെ എണ്ണം അവിടെ കൂടി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ചെറുതായിട്ട് വീർപ്പിച്ചപ്പോൾ അവിടെ വാതകണികളുടെ എണ്ണം അവിടെ എങ്ങനെയാണ്? കുറവാണ്. നമ്മൾ കുറച്ചുകൂടി വീർപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വാതകണികളുടെ എണ്ണം കൂടി. പിന്നെയും നമ്മൾ വീർപ്പിക്കുമ്പോൾ നമുക്ക് വാതകണികളുടെ എണ്ണം കൂടും. അപ്പം വാതകങ്ങളുടെ എണ്ണം കൂടി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പൊട്ടിപ്പോവും. അതെന്തുകൊണ്ടാണ് പൊട്ടിപ്പോകുന്നത്? ഇപ്പൊ പറഞ്ഞില്ലേ, പ്രഷർ വരുന്നുണ്ട്. അതായത് ഈ വാതകണികളൊക്കെ എങ്ങനെയാണ്, ഗ്യാസ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കൊളൈഡ് ചെയ്യും, പല റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൊളൈഡ് ചെയ്യും. എന്നിട്ട് എന്താണ് ഈ ബലൂണിന്റെ സൈഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും, ഒരു ബലം പ്രയോഗിക്കും.
മനസ്സിലായല്ലോ. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രഷറാണ് ഇല്ലേ? അവിടുത്തെ പ്രഷറാണ്. അപ്പൊ ആ പ്രഷർ ഈ ബലൂണിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാവും. അപ്പൊ അല്ലേ അത് പൊട്ടിപ്പോകുന്നത്. മനസ്സിലായില്ല. അപ്പം വാതക തന്മാത്രകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എന്താണ് അവിടെ പ്രഷറിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പ്രഷർ കൂടുന്നു. ശരിയല്ലേ? അപ്പൊ വാതകമർദ്ദം അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് പ്രഷർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ കേസിൽ എങ്ങനെയാണ്? പ്രഷർ ഇവിടെ കൂടുതലാണ് അല്ലേ? ഇവിടെ എങ്ങനെയാണ്? പ്രഷർ കൂടുതൽ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഇവിടെ കുറവാണ് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ് അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്. അതുകൊണ്ട് എങ്ങനെയാണ്? പ്രഷർ അവിടെ കുറവാണ്. ഇവിടെ എങ്ങനെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണ്? പ്രഷർ കൂടുതലാണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞു. അപ്പൊ അതാണ് ഈ കാര്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഗ്യാസ് പ്രഷർ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ? വാതക കണികളുടെ എണ്ണത്തെ അല്ലെ? വാതക കണികളുടെ അല്ലെങ്കിൽ കണികളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ കണികളുടെ എണ്ണം കൂടുവാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷറും അവിടെ കൂടും. അപ്പൊ ഒരു ഫാക്ടർ മനസ്സിലായല്ലോ. ഗ്യാസ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ കൂടും. ക്ലിയർ ആയല്ലോ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതാ നോക്കിയേ. ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് ഗ്യാസ് പ്രഷർ ഓൾസോ ഇൻക്രീസസ് അല്ലെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് പ്രഷർ കൂടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരു ഫാക്ടർ നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു ഫാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ബലൂൺ എടുത്തു. വ്യത്യസ്ത വലിപ്പമുള്ള ബലൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു വലിയ ബലൂൺ, ഇതൊരു വലിയ ബലൂണാണ്, ഇതൊരു ചെറിയ ബലൂണാണ്. ഇതിൽ നിന്നാണ് ഇതിലേക്ക് രണ്ടിലേക്കും ഒരേ അളവ് വായു നിറച്ചു. ഒരു വലിയ ബലൂൺ എടുത്ത് ചെറിയ ബലൂൺ എടുത്തു. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ്? രണ്ടിലേക്കും ഒരേ അളവിലുള്ള വായു നമ്മളവിടെ നിറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതിനായിരിക്കും കൂടുതൽ മർദ്ദം അവിടെ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രഷർ അവിടെ അനുഭവപ്പെടുന്നത്? സെയിം അളവിലുള്ള, സപ്പോസ് ഇതൊരു 2 ATM കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ, 2 ATM എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം 2 ATM പ്രഷർ എടുത്തു, ഇതിലും 2 ATM പ്രഷർ എടുത്തു. മനസ്സിലാവും. അപ്പൊ ഏതിലായിരിക്കും കൂടുതലായിട്ട് പ്രഷർ അവിടെ അനുഭവപ്പെടുന്നത്? ചെറുതിലല്ലേ. അതിന് കാരണം എന്താണ്? ഇവിടെ എന്താണ്? ഇവിടെ വോളിയം കുറവാണ്. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 2 ATM അതെങ്ങനെയാണ്? അത് ഫ്രീ ആയിട്ട് നിറഞ്ഞു കിടക്കും ഇല്ലേ? ഇവിടെ എങ്ങനെയാണ്? വോളിയം കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം വോളിയം ഒരു ഫാക്ടറാണ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ നോക്കി, ഇവിടെ എങ്ങനെയാണ്? വോളിയം കുറവാണ് അല്ലേ? വോളിയം ഇവിടെ എങ്ങനെയാണ്? കുറവാണ്. വോളിയം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ നല്ല ഹൈ പ്രഷർ ആയിരിക്കുമല്ലേ? ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത് ഇല്ല? അപ്പോൾ അവിടെ എന്തായിരിക്കും? പ്രഷർ കൂടും, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല? ഒരു കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ തിങ്ങി നിറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതേസമയം ഇവിടെ എങ്ങനെയാണ്? ഇവിടെ വോളിയം ഇവിടെ എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ? വോളിയം കൂടുതലാണ്. പക്ഷെ അധികം പ്രഷർ ഉണ്ടാവുമോ? അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. പ്രഷർ അവിടെ കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അനദർ ഫാക്ടർ നമുക്ക് എന്ത് പറയാം? വോളിയം ഇല്ലേ? വോളിയം അല്ലെങ്കിൽ എന്താണ്? വ്യാപ്തം എന്ന് പറയാം ഇല്ലേ? എങ്ങനെയാണ്? വോളിയം കുറയുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ എങ്ങനെയാണ്? കൂടും. മനസ്സിലാവുന്നു. അപ്പൊ ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് വോളിയം. ഗ്യാസ് പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലായോ? അപ്പൊ അനദർ ഫാക്ടർ ഏതാണ്? വോളിയം അല്ലെ? വോളിയം ഓഫ് ദി കണ്ടെയ്നർ എന്ന് പറയാം അല്ലെ? ഏതാണോ കണ്ടെയ്നർ, ആ കണ്ടെയ്നറുടെ വോളിയം എന്താണ്? പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം കൂടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? പ്രഷർ കുറയും. അല്ലെങ്കിൽ പ്രഷർ കൂടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? വോളിയം അവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പം ഗ്യാസ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ഏതാണ്? വോളിയമാണ്. വോളിയം ഓഫ് ദി കണ്ടെയ്നർ. ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ബലൂൺ എടുത്തു, ആ ബലൂണിലേക്ക് നമ്മൾ എയർ നിറച്ചു കേട്ടോ. ഊതി ഉറപ്പിച്ചൊരു ബലൂൺ, എന്നിട്ട് നമ്മൾ വെയിലത്ത് വെക്കുക. വെയിലത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിയുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഊതി ഉറപ്പിച്ച ബലൂൺ വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞ് വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോവും. അതെന്താണ് സംഭവിക്കുന്നത്? അതായത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കൂടുക. വെയിലുള്ള എന്ന് പറയുമ്പോൾ എന്താണ്? ചൂടാവും അല്ലെ? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഒരു ബലൂൺ ഇതാണ്, ഇതിന് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ എനർജി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായത്? അത് നല്ലോണം മൂവ് ചെയ്യും ഇല്ല? എനർജി കൂടും, നല്ലോണം മൂവ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അതിവിടെ എല്ലാം ചെന്ന് കൂട്ടിമുട്ടും. അതായത് കൂട്ടിമുട്ടുമ്പോൾ എന്താണ്? പ്രഷർ അവിടെ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? പ്രഷർ കൂടും ഇല്ലേ? പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് പൊട്ടിപ്പോകും ഇല്ലേ? അപ്പം താപനില വർദ്ധിച്ചപ്പോൾ, അതായത് ടെമ്പറേച്ചർ വർദ്ധിച്ചപ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം അവിടെ കൂടുവാണ്, പ്രഷർ കൂടുവാണ്. അങ്ങനെ ബലൂൺ പൊട്ടിപ്പോകുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ പ്രഷർ കുക്കറൊക്കെ ഇല്ലേ, നിങ്ങൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറില്ലേ, അതൊക്കെ എങ്ങനെയാണ്? തീ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രഷർ കൂടുവാണ് ചെയ്യുന്നത്. ആ പ്രഷറിന്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്നത്
മനസ്സിലാവുന്നുണ്ടോ? അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മർദ്ദം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ആ ഉയർന്ന മർദ്ദത്തിൽ പെട്ടെന്ന് ഫുഡൊക്കെ കുക്കാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഗ്യാസ് പ്രഷർ അല്ലെ, വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഏതാണ്? ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഘടകം എന്ത് പറയാം? ടെമ്പറേച്ചർ എന്ന് പറയാം അല്ലെ. ടെമ്പറേച്ചർ അല്ലെ, ടെമ്പറേച്ചർ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ കൂടും. മനസ്സിലായാലോ? അപ്പൊ 3 ഫാക്ടേഴ്സ് കണ്ടു. വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന 3 ഫാക്ടേഴ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. ഏതൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ വോളിയം ഓഫ് ദി കണ്ടെയ്നർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. അവിടെ എഴുതിയിട്ടുണ്ട് ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഗ്യാസ് പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ എങ്ങനെയായിരിക്കും? കൂടും. ഇവിടെ എങ്ങനെയാണ്? വോളിയം ഇല്ലേ, വോളിയം കുറയുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. പ്രഷർ കൂടുന്ന സിറ്റുവേഷൻ എടുക്കുക കേട്ടോ. അപ്പൊ വോളിയം കുറയുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. ഇവിടെ എങ്ങനെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇല്ലേ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെങ്കിൽ എങ്ങനെയാണ്? പ്രഷർ അവിടെ കൂടും. അപ്പോൾ വാതകമർദ്ദത്തെ, അതായത് ഗ്യാസ് പ്രഷറിനെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങൾ കണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം ഓഫ് ദി കണ്ടെയ്നർ കേട്ടോ, വോളിയം ഓഫ് ദി കണ്ടെയ്നർ അല്ലെങ്കിൽ വാതകം നിറച്ചിരിക്കുന്ന പാത്രത്തിന്റെ കണ്ടെയ്നറിന്റെ വ്യാപ്തം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, വാതകത്തിന്റെ കേട്ടോ, വാതകത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പ്രഷർ കൂടും. വോളിയം മാത്രമാണ് വ്യത്യാസമായിരിക്കും കേട്ടോ. വോളിയം കുറയുമ്പോഴാണ് അവിടെ പ്രഷർ കൂടുന്നത്. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? വാതകമർദ്ദം അല്ലെങ്കിൽ ഗ്യാസ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പറയാം. പിന്നെന്താണ്? വോളിയം ഓഫ് ദി കണ്ടെയ്നർ അല്ലെ, വോളിയം ഓഫ് ദി കണ്ടെയ്നർ, അതായത് വാതകം എടുത്തിരിക്കുന്ന ആ പാത്രത്തിന്റെ വോളിയം. പിന്നെന്താണ്? വാതകത്തിന്റെ താപനില, ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് അല്ലെ, ടെമ്പറേച്ചർ കേട്ടോ, ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. അവിടെ എടുത്തിരിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, അതിന്റെ ടെമ്പറേച്ചറും. ക്ലിയർ ആയാലും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഗ്യാസ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ലിക്വിഡ് പ്രഷറിന്റെ കേസിലും സോളിഡ് പ്രഷറിന്റെ കേസിലും ഒക്കെ കണ്ടായിരുന്നു അല്ലേ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഗ്യാസ് പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം ഓഫ് ദി കണ്ടെയ്നർ, ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ്. റിലേഷൻഷിപ്പ് ഓർത്തിരിക്കും കേട്ടോ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും അല്ലെ, വോളിയം മാത്രം കുറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? പ്രഷർ അവിടെ കൂടുന്നതും. പിന്നെ ടെമ്പറേച്ചർ കൂടുവാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടും. ടെമ്പറേച്ചറും നമ്പർ ഓഫ് പാർട്ടിക്കിളും പ്രഷറും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാന്ന് പറയാം. വോളിയം മാത്രമാണ് വിപരീത അനുപാതത്തിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വോളിയം മാത്രം വിപരീത അനുപാതത്തിൽ വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ വരുമ്പം പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബേസ് ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രഷറിനെ കുറിച്ച് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ വരുമ്പോഴും പഠിക്കാനുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ, അതായത് 8ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും അത് ബേസ് ആണെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ബേസ് ആണ് 8th എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് എ ഗ്യാസ് പ്രഷർ, അതായത് വാതകമർദ്ദം. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ, അന്തരീക്ഷമർദ്ദം അല്ലെങ്കിൽ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും അല്ലെ. എന്താണ് അന്തരീക്ഷമർദ്ദം? ഇപ്പം വായു മർദ്ദം പ്രയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം ഭൂമി, ഇതാ ചിത്രം കണ്ടില്ലേ, ഭൂമിയാണ്. ഭൂമിക്ക് ചുറ്റും എന്താണുള്ളത്? അന്തരീക്ഷം ഉണ്ടല്ലേ. എന്താണ് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വായുവിന്റെ ഒരു കവറിങ് എന്ന് പറയാം അല്ലെ. വായു ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നിൽക്കുവാണ് ഭൂമിക്ക് ചുറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇല്ലേ. നമുക്കറിയാം മുകളിലോട്ട്, എർത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും എങ്ങനെയാണ് എയറിന്റെ അല്ലെങ്കിൽ വായുവിന്റെ അളവ് എങ്ങനെയാണ്? കുറഞ്ഞു വരുന്നു. നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ, സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ്? അന്തരീക്ഷ വായു ഉണ്ടോ? ഇല്ല അല്ലേ. ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷ വായു ഉണ്ട്. മുകളിലോട്ട് പോകുന്നതോറും എങ്ങനെയാണ്? അന്തരീക്ഷ വായുവിന്റെ അളവ് അവിടെ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെയുള്ള ഈ അന്തരീക്ഷ വായുവിന് ഒരു മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. മനസ്സിലാകുന്നില്ല? അപ്പം നമ്മളൊക്കെ ഭൂമിയിൽ നിൽക്കുകയാണ്, നമ്മളിവിടെ ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുകയാണ്. അപ്പം നമ്മളിലേക്ക്, നമ്മുടെ ചുറ്റും എന്തുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് അല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മളിലേക്ക് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതിന് വേണ്ടി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടി എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ അറ്റ്മോസ്ഫിയർ ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ സറൗണ്ടിങ് ദ എർത്ത്. നമ്മൾ പറഞ്ഞല്ലേ, ഭൂമിക്ക് ചുറ്റുമുള്ള വായുവിന്റെ ഒരു ആവരണമാണ് എന്തെന്ന് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ ഡെൻസിറ്റി ഓഫ് എയർ ഡിക്രീസസ് ആസ് വി ഗോ ഹയർ അല്ലേ. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും എങ്ങനെയാണ് വായുവിന്റെ അളവ് കുറഞ്ഞു വരുന്നത്, അതായത് ഡെൻസിറ്റി കുറഞ്ഞു വരുവാണ്. മുകളിലോട്ട് പോകുന്തോറും ഡെൻസിറ്റി ഓഫ് എയർ അല്ലേ, എയറിന്റെ സാന്ദ്രത, വായുവിന്റെ സാന്ദ്രത എങ്ങനെയാണ്? കുറഞ്ഞു വരുവാണ്. ക്ലിയർ ആയാലോ? അപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാമേ.
എക്സ്പെരിമെൻ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്കെയിലാണ് കേട്ടോ. ഒരു സ്കെയിൽ നമ്മൾ മേശമേളിൽ വെത്തി, പേപ്പർ ഇവിടെ ഇല്ല, ചുമ്മാ മേശമേളിൽ വെക്കുക. എന്നിട്ട് ഒരു ചെറിയ ഉയരത്തിൽ നമ്മളൊരു ബോള് കേട്ടോ, ഒരു ബോൾ ഈ സ്കെയിലിലേക്ക് ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കും? നേരെ സ്കെയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്കെയിൽ താഴോട്ട് വീഴും ഇല്ലേ? പേപ്പർ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ, ആദ്യമേ നമ്മൾ ടേബിളിന് മേലെ സ്കെയിൽ മാത്രം വെച്ചു, എന്നിട്ട് ബോൾ അങ്ങ് ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്കെയിൽ താഴോട്ട് വീഴും. ക്ലിയർ ആയല്ലോ? ഇനി സ്കെയിലിന് മുകളിൽ നമ്മളിങ്ങനെ ഒരു A4 ഷീറ്റ്, ഒരു പേപ്പർ അങ്ങ് വെക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ ബോൾ നേരത്തെ ഇട്ട് അതേ ഹൈറ്റിൽ തന്നെ ഈ സ്കെയിലിലേക്ക് ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കും? സ്കെയിൽ താഴെ പോവുമോ? ഇല്ല. ഇതിന് കാരണം എന്താണ്? അതാ ഇവിടെ പേപ്പർ വെച്ചു ഇല്ലേ? പേപ്പർ വെച്ചപ്പോൾ എന്താണ്? അവിടെ ഒരു പ്രഷർ വരുന്നുണ്ട്. ആ പേപ്പറിന് മുകളിലേക്ക് എന്താണ് ഒരു പ്രഷർ വരുന്നത്? അന്തരീക്ഷത്തിന്റെ ഇല്ലേ? അന്തരീക്ഷ വായുവിന്റെ എന്താണ് ഒരു ഭാരം അവിടെ വരുന്നുണ്ട്. ആ ഭാരം എന്താണ് ഈ സ്കെയിലിനെ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയാലും പറഞ്ഞു. അപ്പൊ ഈ പേപ്പറിന് മേളിൽ ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റും അറ്റ്മോസ്ഫിയറിക് എയർ അല്ലേ ഉള്ളു. അപ്പൊ നമ്മുടെ ചുറ്റും എന്താണ്? അറ്റ്മോസ്ഫിയറിക്കിന്റെ ഒരു പ്രഷർ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതിന് വേറെ റീസൺസും ഉണ്ട്. അപ്പം നോർമലായിട്ട് നമ്മൾ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കും, നമ്മുടെ ചുറ്റും ഏതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നേരെ നമ്മുടെ തലയിൽ മുകളിലേക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ വരുവാണെങ്കിൽ നമ്മൾ എന്താണ് ചപ്പിച്ചിളങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതേസമയം 4 സൈഡിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യുന്ന ആ പ്രഷർ അവിടെ വരുന്നുണ്ട്. വേറെ അപ്പം ഇവിടെ ഒരു പേപ്പർ വെച്ചപ്പോൾ എന്താണ്? അവിടെ എന്താണ്? ആ പേപ്പർ അല്ലേ, പേപ്പറിന് മുകളിൽ എന്താണ്? വായുവിന്റെ ഒരു ഭാരം അവിടെ വരുന്നുണ്ട്. വെയിറ്റ് ഓഫ് ദ എയർ, ഈ പേപ്പറിന് മുകളിലേക്ക് എയറിന്റെ വെയിറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അറ്റ്മോസ്ഫിയർ പ്രഷറാണ് ആ സ്കെയിലിനെ അവിടെ താങ്ങി നിർത്തുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്കെയിൽ ഡസ് നോട്ട് ഫോൾ ഡൗൺ, പേപ്പർ വെച്ചപ്പോൾ താഴേക്ക് വീഴുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ എയർ അബോവ് ദ പേപ്പർ. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ കോൺട്രാക്ട്സ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ. ഇതിലേക്ക് ആക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. വായുവിന്റെ മർദ്ദം സ്കെയിലിനെ അവിടെ താങ്ങി നിർത്തുവാണ് ചെയ്യുന്നത്. ശരിയല്ല? അപ്പം എന്ത് പറയാൻ നമുക്ക് പറയാം? അപ്പൊ എന്ത് പറയാൻ സാധിക്കും? അന്തരീക്ഷ വായു അല്ലെങ്കിൽ എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ് ഒബ്ജക്റ്റിലേക്ക് ഒരു മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മളെ നോർമലി പ്രഷർ എന്ന് പറഞ്ഞല്ലോ, അതല്ല അറ്റ്മോസ്ഫിയർ. നമ്മുടെ ചുറ്റുമുള്ള ഭൂമിയുടെ ആവരണമായിട്ട് നിൽക്കുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, അറ്റ്മോസ്ഫിയറിലുള്ള എയർ എങ്ങനെയാണ് വസ്തുവിലേക്ക് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് എയർ എക്സേർട്സ് പ്രഷർ ഓൺ ഒബ്ജക്റ്റ് അല്ലേ? എല്ലാ വസ്തുവിന്മേലേക്കും അറ്റ്മോസ്ഫിയറിക് എയർ എങ്ങനെയാണ്, അന്തരീക്ഷ വായു എങ്ങനെയാണ് മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് നമുക്കറിയാം അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിന് സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ഈ സ്കെയിൽ അവിടെ താങ്ങി നിർത്തുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ നമുക്ക് എങ്ങനെ പറയാം? ഭൂമിയുടെ ഉണ്ടല്ലേ, അപ്പൊ നമ്മളിങ്ങനെ എടുക്കുവാണ്. ഇപ്പൊ ഭൂമി ഈ ഫിഗർ കണ്ടില്ലേ? അപ്പൊ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് എന്താണ് എയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ആ എയർ കോളം ഉണ്ടല്ലോ, അതിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം ഉദ്ദേശിക്കുന്നത്. സപ്പോസ് ദാ നോക്കാം, ഈ ഒരു കണ്ടെയ്നർ എന്ന് ചോദിച്ചു, ഇതൊരു യൂണിറ്റ് ഏരിയ എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ യൂണിറ്റ് ഏരിയയിൽ ഉണ്ടാകുന്ന ആ എയർ കോളം ഉണ്ടല്ലോ, ആ എയർ കോളത്തിന്റെ വെയിറ്റ് മനസ്സിലാവുന്നത്. അപ്പൊ അതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞത്. ഭൂമിയെ സമയത്തോളം എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് ഏരിയ സർഫസിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് പ്രഷർ നമ്മൾ പറഞ്ഞു ഇല്ലേ? പ്രഷർ എന്ന് പറയുന്നത് F/A ആണ്. യൂണിറ്റ് ഏരിയയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എങ്ങനെയാണ്? ഭൂമിയുടെ യൂണിറ്റ് ഏരിയയിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ആ എയർ കോളത്തിന്റെ, അത്രയും എയർ കോളം ഉണ്ടല്ലോ, ആ എയർ കോളത്തിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ദ വെയിറ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ അതാ ഇത്രയും ഒരു യൂണിറ്റ് ഏരിയ ഇത്ര എന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് മുകളിലോട്ടുണ്ടാകുന്ന എയർ കോളം ഉണ്ടല്ലോ, ആ എയർ കോളത്തിന്റെ വെയിറ്റ്, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഭൂമിയുടെ ഉപരിതലത്തിൽ കേട്ടോ, ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവ്, അപ്പൊ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു, അപ്പൊ അത്രയുള്ള വായുയൂപം ഉണ്ടല്ലോ, ആ യൂണിറ്റ് പരപ്പളവിലുള്ള വായുയൂപം എയർ കോളം, അതിന്റെ ഭാരമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പഠിച്ചാലും കേട്ടോ. ദ വെയിറ്റ് ഓഫ് എയർ കോളം പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ദ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാർ. കേട്ടോ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ യൂണിറ്റ് ആണ് ബാർ. കേട്ടോ, നമ്മൾ വേറെ രീതിയിൽ ഞാൻ മുമ്പ് ഒരു AT എന്ന് പറഞ്ഞാൽ അതും ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഒരു യൂണിറ്റ് ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ബാർ എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റിലാണ്. ഓക്കെ ആണല്ലോ? അന്തരീക്ഷ മർദ്ദം എന്താന്നുള്ളത്
അപ്പൊ അന്തരീക്ഷമർദ്ദം മൂലമാണ് നമുക്ക് വസ്തുക്കളൊക്കെ കണ്ടില്ല. നമ്മളല്ലേ ഇപ്പം ഈ പേപ്പർ വെച്ചപ്പോൾ എന്താണ് അന്തരീക്ഷം ഉണ്ടല്ലോ, അന്തരീക്ഷത്തിൽ ആ എയർ ഇങ്ങോട്ട് എയറിന്റെ വെയിറ്റ് അത്രയും ഭാഗത്ത് വെയിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് മേറല്ലേ, അപ്പൊ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാം. നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല, 4 സൈഡിൽ നിന്നല്ലേ ചുറ്റുപാട് നമുക്ക് ആ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം. ഓക്കെ, ഇനി ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയാൽ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ബുക്ക് ഉണ്ടോ, കുറെ ബുക്കുകൾ കേട്ടില്ല, എന്താണ് കുറെ ബുക്കുകൾ ഇവിടെ എന്താണ് അടുക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് ബുക്കിലേക്കായിരിക്കും കൂടുതൽ പ്രഷർ വരുന്നത്, മർദ്ദം അനുഭവപ്പെടുന്നത്? ഏത് ബുക്കിലേക്കായിരിക്കും കൂടുതൽ മർദ്ദം അവിടെ അനുഭവപ്പെടുന്നത്? ഏതായിരിക്കും? താഴെ അല്ലേ, താഴത്തേലായിരിക്കും കൂടുതൽ മർദ്ദം, അതായത് കൂടുതൽ പ്രഷർ വരുന്ന ഇതിലാണ് താഴത്തേക്കാണ്. അതിന് കാരണം എന്താണ്? ഇത്രയും വെയിറ്റ് ഇവിടെ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭാരമയുടെ വരുവാണ് അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് താഴത്തെ ഇതിലേക്കായിരിക്കും. ഇല്ല, അതിന് കാരണം ഇത്രത്തിന്റെ വെയിറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? പ്രഷർ അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് യൂണിറ്റ്, ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ പറഞ്ഞില്ല യൂണിറ്റ് പരപ്പളവിൽ അല്ലേ. ഇപ്പം യൂണിറ്റ് ഇതാണ് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്നത് അത്രയും എയർക്കോളം. ഇത്രയും ബുക്കിന്റെ വെയിറ്റ് ആണ് ഇങ്ങോട്ട് വന്നത്, അത്രയും ഇതിന്റെ എയർക്കോളത്തിന്റെ വെയിറ്റ് ആണ് അന്തരീക്ഷ മർദ്ദം നമ്മൾ പറഞ്ഞു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉയരം കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എന്ത് മാറ്റമായിരിക്കാം ഉണ്ടാകുന്നത്? ഉയരം കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? ഉയരം കൂടുന്തോറും എർത്തിന്റെ സർഫസ് അല്ലെ, എർത്തിന്റെ സർഫസ് ആണ്, എർത്തിന്റെ സർഫസിൽ നിന്ന് ഉയരം അങ്ങ് കൂടുകയാണ്. ഉയരം കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഉയരം കൂടുന്തോറും എങ്ങനെയാണ്? വായുരൂപത്തിന്റെ അളവ് എങ്ങനെയായിരിക്കാം? അതായത് നമ്മൾ ഇവിടെ നിൽക്കുക, അപ്പം നോക്കി ഇത്രയും വെയിറ്റ്, ഇവിടുന്ന് ഇത്രയും വെയിറ്റ് നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മളതാ ഇവിടെ നിൽക്കുക, അപ്പോൾ അത് ഇത്രയും ഭാരം, എയറിന്റെ ഭാരമുള്ളൂ വരുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം നമ്മൾ ഇച്ചിരി മേലോട്ട് ഇവിടെ നിൽക്കുക, അപ്പം തന്നെ കുറച്ച് ഇല്ലേ, അത്രയും എയറിന്റെ ഭാരമുള്ളൂ വരുന്നുള്ളൂ. അപ്പം ഉയരം കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? എർത്തിന്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ്? ഹൈറ്റ് കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം ഇല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ല, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഹൈറ്റ്, അതിന് കാരണം മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, എർത്തിന്റെ സർഫസ് ആണ് ഇവിടെ. അപ്പൊ എർത്തിന്റെ സർഫസിൽ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ ഇതാ ഇത്രയും ഇല്ല, ഇത്രയും ഭാഗത്തെ എയർക്കോളത്തിന്റെ വെയിറ്റ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഈ ഒരു പൊസിഷൻ നിൽക്കുന്നു. അപ്പൊ എന്താണ്? ഇത്രയും ഭാഗത്തെ ഇല്ല, ഇത്രയും ഭാഗത്തെ വെയിറ്റ് വരത്തുള്ളൂ. ഇവിടെ വരുമ്പോൾ എന്താണ്? ഇത്രയും ഭാഗത്തെ വെയിറ്റ് വരത്തുള്ളൂ. അപ്പൊ ഹൈറ്റ് കൂടുന്തോറും വെയിറ്റ് വരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രഷർ ആണല്ലോ അല്ലേ. അപ്പം ഹൈറ്റ് കൂടുന്തോറും ഇങ്ങനെയാണ് പ്രഷർ അവിടെ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ദാറ്റ് ദ വെയിറ്റ് ഓഫ് എയർ കോളം എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന് എന്താണ് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ ഡിക്രീസ് ചെയ്യും കേട്ടോ. ഡിക്രീസസ് എന്ന് പറയാം. കാരണം മനസ്സിലായല്ലോ? ഡിക്രീസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഹൈറ്റ് കൂടുന്തോറും, ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്തോറും എങ്ങനെയാണ് വെയിറ്റ് ഓഫ് ദ എയർ കോളം ഡിക്രീസസ്. മനസ്സിലാവുന്നുണ്ടോ? ഹൈറ്റ് കൂടുന്തോറും, മുകളിലേക്ക് പോകുന്തോറും എങ്ങനെയാണ്? വെയിറ്റ് എങ്ങനെയാണ്? വെയിറ്റ് ഓഫ് എയർ കോളം അല്ലേ, വെയിറ്റ് ഓഫ് എയർ കോളം കേട്ടോ. എയർ കോളത്തിന്റെ, വായുരൂപത്തിന്റെ വെയിറ്റ് അവിടെ എന്താണ്? കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഷർ, അവിടുത്തെ പ്രഷർ എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആസ് ഹൈറ്റ് ഓഫ് ദ എർത്ത് സർഫസ് ഇൻക്രീസസ്. എർത്തിന്റെ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. 1 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് എപ്പോഴാണ്? ഹൈറ്റ് ഫ്രം ദ എർത്ത് സർഫസ് ഇൻക്രീസസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകുന്തോറും എന്താണ് സംഭവിക്കുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി സമുദ്രനിരപ്പിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ പറഞ്ഞു, ഭൂമിയുടെ സർഫസിൽ നിന്ന് പോകുന്നതോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുവാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നോർമലി നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കുന്നത് നമ്മൾ സമുദ്രം, സീ ലെവൽ എന്ന് പറയും കേട്ടോ. സീ ലെവലിൽ നിന്നാണ് നമ്മൾ ഒരു ലെവൽ, സീ ലെവൽ എന്ന് വെച്ചാൽ എല്ലാത്തിനും നമ്മൾ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ലെവലായിട്ട് എടുക്കുന്നത്. എല്ലാത്തിനും നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെവലായിട്ടാണ് സീ ലെവൽ എടുക്കുന്നത്. അപ്പം സീ ലെവലിൽ കേട്ടോ, ഈ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ നിന്നാണ് നമുക്ക് എല്ലാ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്തത്. അപ്പം സീ ലെവലാണ്. ഇപ്പം സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും കേട്ടോ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കേട്ടോ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പറയുന്നത് പ്രമാണ കേട്ടോ. പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്ന് പറയും കേട്ടോ. പ്രമാണ അന്തരീക്ഷ മർദ്ദം.
PSC ഒക്കെ പഠിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മലയാളത്തിലുള്ള പേരുകളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. സമുദ്രനിരപ്പിലുള്ള അന്തരീക്ഷമർദ്ദം കേട്ടോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു സെക്ഷൻ. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് സീ ലെവലിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും, പ്രമാണ അന്തരീക്ഷമർദ്ദം എന്ന് പറയും കേട്ടോ. പ്രമാണ അന്തരീക്ഷമർദ്ദം. അതെന്താണ് പ്രമാണ അന്തരീക്ഷമർദ്ദം എന്ന് പറഞ്ഞാൽ സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, സീ ലെവലിലുള്ള കേട്ടോ, സീ ലെവലിലുള്ള സമുദ്രനിരപ്പിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വെയിറ്റ് ഓഫ് എ മെർക്കുറി കോളം ദാറ്റ് ഈസ് 0.76 മീറ്റർ ഹൈ വിത്ത് എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എക്സേർട്ടിംഗ് പ്രഷർ ഓഫ് 1 atm. ഈ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു മെർക്കുറി കോളം എടുക്കുക, ഒരു ഇതിലേക്ക് നമ്മളൊരു മെർക്കുറി എടുത്തു, ഒരു ട്യൂബിലേക്ക് നമ്മൾ മെർക്കുറി എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഈ മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് ഒരു 76 സെന്റിമീറ്റർ അല്ലെങ്കിൽ അവിടെ തന്നിരിക്കുന്നത് 0.76 മീറ്റർ. ആ മെർക്കുറി കോളം കേട്ടോ, മെർക്കുറിയാണ് കേട്ടോ, മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് 0.76 സെന്റിമീറ്റർ വന്നു. മനസ്സിലാവുന്നത്? യൂണിറ്റ് പരപ്പളവാണ് കേട്ടോ, ഇവിടെ യൂണിറ്റ് പരപ്പളവാണ്. അപ്പം ഇതിന്റെ ഭാരം ഉണ്ടല്ലോ, ഇത്രത്തിന്റെ ഭാരം ഉണ്ടല്ലോ, ഈ മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0.76 മീറ്റർ ആണ്. അപ്പൊ അത് അത്രോത്തിന്റെയും ഭാരം, മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഭാരത്തിന് തുല്യമാണ് 1 atm എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ 1 atm എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ, സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ 1 atm എന്നൊക്കെ പറയും. ക്ലിയർ ആയ പറഞ്ഞു? അതായത് 0.76 മീറ്റർ ഉയരം കേട്ടോ, 0.76 മീറ്റർ ഉയരമുള്ള, അതുപോലെ യൂണിറ്റ് പരപ്പളവും കേട്ടോ, യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപം, അതായത് മെർക്കുറി കോളത്തിന്റെ ഭാരം ഉണ്ടല്ലോ, ഈ മെർക്കുറി ഭാരത്തിന് തുല്യമായിരിക്കും 1 atm എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കുക. മെർക്കുറി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പം വാട്ടറൊക്കെ എടുക്കുകയാണെന്ന്, മെർക്കുറിക്ക് നമുക്കറിയാം ഡെൻസിറ്റി തിക്കായിട്ടുള്ള സംഭവമല്ല, ഡെൻസിറ്റി കൂടിയ ഒരു സംഭവമാണ് മെർക്കുറി. ഇപ്പം വാട്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ ആ എയർ കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വരും, അതായത് ഒരു 10 മീറ്റർ അങ്ങനെയുള്ള വലിയ ഹൈറ്റ് വരും. ഇപ്പം 76 സെന്റിമീറ്റർ ഒക്കെ അല്ലേ വന്നത്, മറ്റേന്ന് പറഞ്ഞാൽ എത്രയാണ് 1000 മീറ്റർ ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ മെർക്കുറി കോളമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഈ 76 സെന്റിമീറ്റർ ആണെങ്കിൽ 0.76 മീറ്റർ നീളമുള്ള മെർക്കുറി കോളം, യൂണിറ്റ് കേട്ടോ, യൂണിറ്റ് ഏരിയയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റിനോട് തുല്യമായിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, 1 atm എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 atm ആണ്. ക്ലിയർ ആയല്ലോ? അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സീ ലെവലിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 1 atm എന്നാണ് കേട്ടോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വെയിറ്റ് ഓഫ് എ മെർക്കുറി കോളം ദാറ്റ് ഈസ് 0.76 മീറ്റർ ഹൈ വിത്ത് എ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ എക്സർട്ടിംഗ് എ പ്രഷർ ഓഫ് 1 atm കേട്ടോ. ഇത് 1 atm അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇത് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ബാരോമീറ്റർ. അതൊക്കെ 1 മാർക്കിന്റെ പോയിന്റുകളാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ഓർത്തിരിക്കുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ എന്നാണ് പറയുന്നത്. പ്രഷറിന്റെ യൂണിറ്റ്, ഗ്യാസ് പ്രഷറിന്റെ യൂണിറ്റ് നമ്മൾ ബാർ എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പറയുന്ന പേരാണ് ബാരോമീറ്റർ. അപ്പം ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി അന്തരീക്ഷമർദ്ദം നമ്മൾ കണ്ടു, ഇപ്പൊ 1 atm എന്നൊക്കെ പറഞ്ഞത് എന്തുമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തുമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നോക്കാം കേട്ടോ. നമ്മളൊരു ക്യാൻ എടുത്തിരിക്കുക, നമ്മൾ ഈ എന്താണ് കോളയൊക്കെ കുടിക്കുന്ന ക്യാൻ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാൻ എടുത്തിട്ട് ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം നിറയ്ക്കുക ക്യാൻ്റെ അകത്ത്. എന്നിട്ട് നമ്മൾ അതങ്ങ് ഒഴിച്ചു കളയുക. എന്നിട്ട് ക്യാൻ അടച്ച്, ചൂടുവെള്ളം നിറച്ചിട്ട് നമ്മൾ ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് ക്യാൻ അടച്ച് വെച്ചിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇതാ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴ്ത്തുക. മനസ്സിലാവുന്നുണ്ടോ? ഒഴിഞ്ഞ ക്യാൻ എടുക്കുക, അതിൻ്റെ അകത്ത് നമ്മൾ ചൂടുവെള്ളം നിറച്ചു, എന്നിട്ട് അത് ഒഴിച്ച് കളഞ്ഞിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് ഒരു തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് താഴ്ത്തുക. അപ്പൊ എന്തായിരിക്കാം സംഭവിക്കുന്നത്? ഇതുകൊണ്ടല്ലേ ഇതുപോലെ ക്യാൻ എന്ത് സംഭവിച്ചു? ഈ ക്യാൻ ഇങ്ങനെ ചുക്കിച്ചുളുങ്ങിയിരിക്കുന്നു. അതിന് കാരണം എന്തായിരിക്കാം? അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ചൂടുവെള്ളം അല്ല ഒഴിച്ചു. ചൂടുവെള്ളം ഒഴിച്ചിട്ട് എന്ത് സംഭവിച്ചു? അത് അടച്ചു വെച്ചു അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? പ്രഷർ കൂടും അല്ലേ? ഇവിടുത്തെ പ്രഷർ കൂടി
ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുവാണ് ചെയ്യുന്നത്. പക്ഷേ അത് തണുത്ത വെള്ളത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ ഉള്ളിലെ പ്രഷർ അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടോ? ടെമ്പറേച്ചർ കൂടിയപ്പോൾ പ്രഷർ കൂടും, നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ അവിടെ താഴും. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ കുറയും അല്ലേ? പ്രഷർ കുറയുമ്പം എന്താണ് ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും, പക്ഷെ അന്തരീക്ഷം ഇല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ അതിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യും. ക്ലിയർ ആകുന്നില്ല? അപ്പോൾ അതും ആ പ്രഷർ ഇതിൻ്റെ ഉള്ളിലെ പ്രഷറിനേക്കാളും എന്താണ് കൂടുതലായി. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ക്യാൻ ഇങ്ങനെ എന്താണ് ചുക്കി ചുളുങ്ങി പോകും. മനസ്സിലാവും? അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ക്യാനിനെ കണ്ടില്ലേ, ടെമ്പറേച്ചർ താഴ്ന്നപ്പോൾ പ്രഷർ അവിടെ താഴ്ന്നു ഇല്ലേ? അപ്പം എന്താണ് അതിനേക്കാളും കൂടുതലാണ് പുറത്തെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ക്യാനിനെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഞെക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ സ്ട്രോങ് ആണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടേക്ക് അലുമിനിയം ക്യാൻ ആൻഡ് ഫിൽ വിത്ത് ഹോട്ട് വാട്ടർ, pour out the hot water and immediately seal the can. immerse a can in cold water. എന്താണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്? കൂൾസ് ഡൗൺ, ദ പ്രഷർ ഇൻസൈഡ് ദ ക്യാൻ ഡിക്രീസസ് ഇല്ലേ? നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ടെമ്പറേച്ചർ കുറയും ഇല്ല? അപ്പോൾ എന്താണ് പ്രഷർ കുറയും ഇല്ല? പക്ഷേ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ, ഇതിന് ചുറ്റും എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടല്ലോ, ആ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ എന്താണ് ഈ ഉള്ളിലുള്ള പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതെന്താണ് ക്രഷ് ചെയ്യാനുള്ള അത്രയും സ്ട്രോങ് ഉണ്ട്, ഈസി ആയിട്ട് ക്രഷ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞു? ഇപ്പം നമ്മളൊരു എന്താണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡ് നിറച്ച് നോർമൽ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇതിൻ്റെ അകത്ത് എന്താണ് ലിക്വിഡ് നിറച്ചിരിക്കുക, നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അത് ചളുങ്ങുമോ? ഇല്ലല്ലോ. കാരണം ലിക്വിഡ് അയക്കുമ്പോൾ ലിക്വിഡ് നല്ല പ്രഷർ അതിൻ്റെ അകത്ത് ചെലുത്തുന്നുണ്ട്. ആ സമയം ലിക്വിഡെല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലെ പ്രഷർ എന്ന് പറയുന്നത് പുറത്തെ പ്രഷറിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ സാധിക്കും. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആയാലും ഈ ഒരു എക്സ്പെരിമെന്റ് ഇത് മനസ്സിലായാലും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തുമാത്രം ക്ലിയർ ആണെന്നുള്ളത് അല്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ എന്തുമാത്രമാണ് ആ പ്രഷർ വരുന്നതെന്നുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഗ്യാസ് പ്രഷറാണ് നമ്മൾ കണ്ടത്. ഗ്യാസ് പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ നമ്മൾ കണ്ടു. അതുപോലെ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണെന്ന് കണ്ടു, അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ എങ്ങനെയാണ് ഹൈറ്റ് കൂടുന്തോറും എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിന് എന്ത് മാറ്റമാണ് വരുന്നത്, ഹൈറ്റ് കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു കണ്ടു അല്ലേ? പിന്നെന്താണ് പറഞ്ഞത്, നമ്മൾ 180 180 അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷർ സീ ലെവലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാണ് പറയുന്നത്. അതൊക്കെ പഠിച്ചിരിക്കുക. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ. ക്ലിയർ ആയാലോ? അപ്പോൾ എന്തുമാത്രം സ്ട്രോങ് ആണെന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാക്കി കുറച്ച് പോർഷൻ കൂടി ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്